ആ നെണ്ടിന് കൈയിട്ട് പിടിച്ചിന്റെ മോനെ ആള് പൊളിയാട്ടാ. ഇപ്പൊ 3 ഇത് കഴിഞ്ഞു, 3 എക്കോ പോയിന്റ് കഴിഞ്ഞു. അവിടെ നിന്നൊക്കെ ആണ് ഇങ്ങനത്തെ ഫോട്ടോ എടുക്കുന്നത്. ഒരു കൂളിംഗ് ഗ്ലാസ് വെച്ചാണ്ട് അതേമാതിരി ഫോട്ടോ. ഞാൻ കൂളിംഗ് ഗ്ലാസ് ഇപ്പം വാങ്ങിയാണ്ട് അതിനെ പിന്നെ ഓരോരുത്തരം അമ്മ ഐസായി. നമ്മളിപ്പോൾ ഉള്ളത് എക്കോ പോയിന്റിലാണ്. അപ്പോൾ ഈ എക്കോ പോയിന്റിനെ പറ്റി ഇക്കോ പോയിന്റിനെ പ്രത്യേകത എന്താ വെച്ചാൽ ഇവരെല്ലാവരും ഇവിടെ വന്നാണ്ട് ഇവരെ പേരിങ്ങനെ ഓരോരുത്തരം അമ്മ ഐസായി അങ്ങനെ വിളിച്ച് കളിക്കുന്നുണ്ട് ഇവിടുന്ന്. എല്ലാവർക്കും അതന്നെ പണി. നമ്മൾ എക്കോ പോയിൻ്റൊക്കെ കഴിഞ്ഞ് തിങ്കളായിപ്പോൾ ഗൈഡ്. അപ്പോൾ നല്ല സുഖമുണ്ട്. എങ്ങോട്ടോ കൊണ്ടുപോകും. ഏതോ വ്യൂ പോയിൻ്റാണ്. ഇവിടെ ഒരുപാട് വ്യൂ പോയിൻ്റ് ഉണ്ട്. ഇതിൻ്റെ ഉള്ളിൽ കയറിയാലേ വൈകുന്നേരം ഇറങ്ങാൻ കഴിയുള്ളൂ. അത്രക്കും കുറേ കാണാനുണ്ട്. ഒന്നാമത് പ്രത്യേകത എന്താ വെച്ചാൽ ക്ഷീണമില്ല. അതേമാതിരി ഇടയ്ക്കിടയ്ക്ക് അങ്ങനെ കുടിക്കാനുണ്ടാവും. നമുക്ക് ഇങ്ങനെ കുടിച്ച് ഇങ്ങനെ മെല്ലെ വെള്ളമൊക്കെ കുടിച്ചിട്ട് ഇങ്ങനെ പോയാൽ മതി. അതിൻ്റെ ഉള്ളൊക്കെ ഓൻ്റെ ബാഗ് എവിടെയൊക്കെ കയറിയണേ. അപ്പോൾ കുഴപ്പമില്ല. നമ്മൾ ഇവിടെ ഇതാ അവൻ്റെ ബാഗ് എല്ലായിടത്തും കയറിയാണ്. അപ്പോൾ എനിക്ക് കുറച്ചൊക്കെ സമാധാനമുണ്ട്. കാരണം മലയാളികളുടെ പ്രത്യേകത എന്താ വെച്ചാൽ നമ്മളവിടെ കറണ്ട് പോയിട്ടുണ്ടെങ്കിൽ ബാക്കി ഓൻ്റെ പോയിടോ നോക്കൂലേ. അതേമാതിരി ഓൻ്റെ ഇതും കൂടി കയറിയപ്പോൾ ഒരു ചെറിയൊരു സമാധാനം. ചെറുത് ഞാൻ ഇവരെ കൂടെ ഫുള്ള് പോയാലോ എന്ന് വിചാരിച്ചിന്. ഇവരെ അടുത്ത് വേറെ ഏതോ ഹിൽ സ്റ്റേഷനൊക്കെ പോകണമെന്നുണ്ട്. അപ്പോൾ ഞാൻ ഇതുവരെ തീരുമാനിച്ചില്ല. ഇനി നോക്കട്ടെ എങ്ങനെയാണ് പാട്. എനിക്ക് ഇനി ഫോണും കാര്യങ്ങളൊക്കെ ചാർജ് ചെയ്യാണ്ട്, പിന്നെ ഈ ഡ്രസ്സൊക്കെ ചളിയായി അങ്ങനത്തെ സംഭവങ്ങളൊക്കെ റെഡിയാക്കാണ്ട് കുറേ പണിയുണ്ട്. ഇവര് ഒരു ആഴ്ചക്കായിട്ട് ട്രിപ്പിനായിട്ട് ഇവിടെ കൂടെ കൂടിയാൽ മതി. പക്ഷെ എനിക്ക് ഇത് നോക്കട്ടെ, ചിലപ്പോൾ വരെ കൂടെ പോകുള്ളൂ. അല്ലെങ്കിൽ ഇങ്ങനെ ഇവിടെ അടുത്ത് ഏതൊരു പള്ളിയുണ്ട്, അവിടുന്ന് ചാർജൊക്കെ ചെയ്തിട്ട് മെല്ലെ പോകാനാണ് ഇപ്പോൾ പ്ലാന്. അടുത്ത് കഴിഞ്ഞ് എങ്ങോട്ടാ പോകാമെന്നൊന്നും അറിയില്ല, ഇതുവരെ തീരുമാനിച്ചില്ല. ഇവിടെ ഫുള്ള് ഇങ്ങനത്തെ ഓരോ എക്കോ പോയിൻ്റുകളാണ് നമ്മളെ. അപ്പോൾ ഈ മദേരാന് വന്നാൽ ഏതായാലും മുതലാവട്ടാ. ഫാമിലി ആണെങ്കിൽ ഫാമിലിക്ക് വരാം, ചെങ്ങായിമാരാണെങ്കിൽ ചെങ്ങായിമാരെ കൂടെ വരാം. എങ്ങനെ വന്നാലും കിട്ടില്ല സ്ഥലമാണ്. അതോ എന്താണ് ഈ സീസണിൽ വരണോ, ഈ നല്ല മൺസൂൺ കാലത്ത് വരണോ, എന്നാലാണ് ഇവിടെ അത്രക്കും എക്സ്പ്ലോർ ചെയ്യാൻ കഴിയുള്ളൂ. ചൂടുകാലത്ത് വന്നിട്ടൊരു കാര്യം ഉണ്ടാവില്ല. ഇവിടെ ഇതിപ്പോൾ നേരെ 12 മണി നേരമാണ്. ഇവിടെ നോക്കി 12 മണി നേരത്തെ ഫുള്ള് മഞ്ഞ്, ഒന്നും ചെയ്യാനില്ല. കാരണം ഫുൾ ടൈം ഇവിടെ മഞ്ഞാണ്. രാത്രിയൊക്കെ ഭയങ്കര തണുപ്പാണ്. ഞാൻ നല്ല രാത്രി അവിടെ കിടന്നപ്പോഴും അങ്ങനെ തന്നെ നല്ല കോൾഡ് ഏരിയ. ഇവരിത് എല്ലായിടത്തും എത്തിയാലും ഇവര് ഫോട്ടോ എടുക്കുന്നുണ്ട് കണ്ടാ. കാരണം എല്ലായിടത്തുനിന്നും ഇപ്പോൾ ഒരു ഫോട്ടോ അല്ല എടുക്കണേ. ഇപ്പോൾ 3 ഇത് കഴിഞ്ഞു, 3 എക്കോ പോയിൻ്റ് കഴിഞ്ഞു. അവിടെ നിന്നൊക്കെ ആണ് ഇങ്ങനത്തെ ഫോട്ടോ എടുക്കുന്നത്. ഒരു കൂളിംഗ് ഗ്ലാസ് വെച്ചാണ്ട് അതേമാതിരി ഫോട്ടോ. ഞാൻ കൂളിംഗ് ഗ്ലാസ് ഇപ്പം വാങ്ങിയാണ്ട് അതിനെ പിന്നെ എവിടെ പോയാലും ഇവര് ഫോട്ടോ എടുക്കും. ഈ ചെങ്ങായിക്ക് ഇവിടുന്ന് എന്തോ ഒരു കായിട്ട് ഗൂഗിളിൽ നോക്കണം എന്താ തമ്പീസ്. തമ്പീസാ. നമ്മളിതിന് പാമ്പും കുരു എന്നല്ലോ പറയാം. मुझे एक पीस दे दो. नहीं खाने वाला नहीं है. അപ്പളേ പറഞ്ഞു അവനോട് ഈ പാമ്പ് ഓനോട് ഞാൻ ആദ്യമേ പറഞ്ഞു പാമ്പും കുരുവാണ്. ഓൻ എന്നിട്ട് ഗൂഗിളിൽ അടിച്ചിരിക്കാണ്ട് ഗൂഗിൾ മേ ഉസ്കാ നാം ക്യാ ഹേ? തമ്പീസാണ് പറഞ്ഞാണ് തിന്നേ. ഇപ്പൊ നല്ല തമ്പിയായി. പാമ്പും കുരു കടിച്ചാണ്ട് കഴിക്കണ്ടല്ലോ. ബോസ് അടുത്ത് വേറെന്തോ കണ്ടിണ്. ക്യാ ഭായ്
മോക്കിയ മീൻസ് ക്രാബ്. ഓ നെണ്ടിനെ പിടിക്കാണ്. ഓ സൈക്കോയെ. പക്കടോ ശരിക്കും നെണ്ടിനെ കണ്ടാലേ ചാടി പിടിച്ചാളും. നേരത്തെ അവിടെ പാമ്പുകുരി തിന്നു നോക്കി. ഇതൊക്കെ ടെസ്റ്റ് ചെയ്ത് പോകുന്ന ടീമാവുന്നുണ്ട്. പക്കടോ അവിടുന്ന് നടക്കുമ്പോൾ ഒരു നെണ്ടിനെ കണ്ടതാ. നമ്മളെ നാട്ടിലൊക്കെ എത്രമാതിരി പോയതുണ്ടും ഇതുണ്ട്, അതിനൊന്നും കണ്ടില്ല എന്നുണ്ട്. എന്നിട്ടിതാ ഓ ആ നെണ്ടിന് കൈയിട്ട് പിടിച്ചിന്റെ മോനെ. ആള് പൊളിയാട്ടാ. പ്രസവിച്ചത് എന്താണ്? ആള് സംഭവട്ടാ. കൈയിട്ടാണ്ട് ഉള്ളിൽ ആ നെണ്ട് ഇൾക്കണമെന്ന് ആൾക്ക് പേടിയില്ല. അച്ചായേ അവിടെതാ നമ്മളിപ്പോ നടന്നു വന്ന സ്ഥലല്ലേ, ആ നടന്നു വന്ന സ്ഥലത്തേക്ക് നമുക്ക് കുതിരമ്മൽ വേണമെങ്കിൽ വരട്ടാ. ഉണ്ടോ അവിടെ ഒരുപാട് കുതിര ഉണ്ട്. इतना प्राइस भाई ये हॉर्स का प्राइस कितना है? प्राइस कितना उधर से इधर राउंड मारेगा? हैं राउंड मारने का 200 रुपये। 200 राउंड मार। तो ट्रैकिंग में ये हॉर्स है, वो ट्रैकिंग को कितना? आपको आप खुद अकेला चला रहे क्या? आप लोग अकेला चला रहा होगा तो 200, ऐसा तो 150 रुपये लेते हैं पकड़ के। आप अकेला चलाओगे 200। ओके बैठो उधर से। നമ്മൾ ഒരു പറഞ്ഞത് എന്താ വെച്ചാൽ അവിടുന്ന് ഇങ്ങോട്ട് ഈ ട്രക്കിങ്ങും കാര്യങ്ങളൊക്കെ 200 റുപ്യക്ക് തന്നെ എന്താണ് കുതിരമല നമുക്ക് പോകാൻ കഴിയും കേട്ടോ. ട്രക്കിങ്ങിനൊക്കെ നമുക്ക് ഈ കുതിര ഉപയോഗിച്ച് പോകാം. 200 റുപ്യൊക്കെ ഉള്ളൂ, നല്ല സുഖമാണ്. കാരണം ചിലവർക്ക് നടക്കാൻ കഴിയാത്തവരുണ്ടാവില്ല, അവർക്കൊക്കെ എന്താ ഇതേമാതിരി ഓരോരുത്തരെന്താ പോണേ ഇതാ ട്രക്കിങ്ങിന് പോവാണ്. ഇവിടെയൊക്കെ കുതിരമല പോകണോ ഏറ്റവും നല്ലത്. ഇതിനെ കാണുമ്പോൾ ഇപ്പോൾ പേടിയാണ്. ഇതിന് ചെറിയ കുട്ടിയൊക്കെയാ. ഓ ആകെ ഇന്നലെ പ്രസവിച്ചിട്ടുള്ളതെന്ന് തോന്നുന്നുണ്ട്. ചെറിയ കുഞ്ഞു കുട്ടി. ഇതിൽ കുറച്ച് ബ്രെഡും കുറച്ച് സ്നാക്സും ഉണ്ടേന്. ഞങ്ങൾ 3 ആളും കൂടി തിന്നാണ്. ഞാൻ മറന്നുപോയി ബ്രെഡും സ്നാക്സുള്ള കാര്യം മറന്നുപോയി. നുറുക്ക് അച്ചായേ बहुत अच्छा है। ഓ ഇപ്പോഴെങ്കിലും ഇറ്റിങ്ങളൊന്ന് റെസ്റ്റ് എടുത്തല്ലോ. ഓ ഞാൻ അത്ര ഒന്നും പ്രതീക്ഷിച്ചില്ല. ഞാൻ കുറച്ച് വ്യൂ പോയിന്റ് കണ്ടിട്ട് പോയായിരിച്ചു. പക്ഷേ ഇറ്റിങ്ങൾ കോയങ്ങാത്ത മനുഷ്യന്മാരാണ്. ഓ അപ്പോൾ ഇവിടെ ഇരിക്കുകയാണ്. ആണ്ടാ കുട അപ്പം വാങ്ങിയതാ. അപ്പം ഒരു ചെറിയ മഴ ഉണ്ടായിന്, പിന്നെ മഴ. പക്ഷെ ഉപകാരം ഉണ്ടാവും കേട്ടോ കുട കൊണ്ട്. കുട കയറ്റി ഞാൻ അങ്ങനെ പോവുകയാണ്.